ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വീഡിയോ ഒരു ബേബി കെയർ വീഡിയോ ആണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നെ സോഫ്റ്റായിട്ടും അതുപോലെ സപ്പിളായിട്ടും വെക്കാൻ പറ്റിയൊരു ബേബി ക്രീമിൻ്റെ റിവ്യൂ ആണ്. വേറൊന്നുമല്ല, ഇതാണ് നമ്മുടെ ബേബി ക്രീം. സെബാമെഡിൻ്റെ എക്സ്ട്രാ സോഫ്റ്റ് ബേബി ക്രീമാണ്. ഇത് വന്നിട്ട് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായി ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് യൂസ് ചെയ്യാൻ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബേബി ക്രീമാണ്. ഇത് വരുന്നത് pH 5.5 ആണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഡ്രൈ സ്കിന്ന്, ചില കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ സെബാമെഡിൻ്റെ എക്സ്ട്രാ സോഫ്റ്റ് ക്രീം എന്ന് പറയുന്നത്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 50 മില്ലിയുടെയാണ്. ഇത് വന്നിട്ട് 300 റേഞ്ച് വരുന്നതാണ്. അതുപോലെ 100 മില്ലിയുടേതും വരുന്നുണ്ട്. അത് വാങ്ങുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ ലാഭം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് കയ്യിലേക്ക് എടുക്കുക, നന്നായിട്ട് നമ്മൾ 2 കൈയിലും കൂടി ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂട് പിടിപ്പിക്കുക. അപ്പോഴത്തേക്ക് ഇത് മെൽറ്റാവും. അന്നേരത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. നമ്മൾ ഡയറക്റ്റ്ലി എടുത്തിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നും. അതിന് പകരം നമ്മൾ ഇങ്ങനെ പാംസിലേക്ക് കുറച്ച് എടുക്കുക, അതിനുശേഷം നന്നായിട്ട് ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈകളിലും കാലുകളിലും ഒക്കെ പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പെട്ടെന്ന് അബ്സോർവ് ചെയ്യാനായിട്ട് നല്ലതാണ്. നല്ല ഡ്രൈ സ്കിന്നുള്ള കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഇതുപോലത്തെ കൺസിസ്റ്റൻസിയിലുള്ള ക്രീമുകളാണ് നല്ലത്. നമ്മൾ ലോഷൻസ് വാങ്ങുമ്പോഴത്തേക്കും തേക്കാനായിട്ട് എളുപ്പമായിരിക്കും നമുക്ക്, പക്ഷേ അത്രയും നമുക്ക് മോയ്സ്ചറൈസേഷൻ കുഞ്ഞുങ്ങൾക്ക് കിട്ടില്ല. അത് തേച്ച് 1-2 മണിക്കൂറത്തേക്ക് നമുക്ക് സ്കിൻ സോഫ്റ്റായിട്ട് മോയ്സ്ചറൈസായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള ക്രീമുകളാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുള്ള് സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ മൊരി പോലുള്ളത്, അതുപോലെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്നത്, നമ്മൾ ചില കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇങ്ങനെ നഖം കൊണ്ട് വരച്ചാൽ ഒക്കെ പാട് വീഴും. അത് അത്രയും ഡ്രൈ ആയതുകൊണ്ടാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ സെബാമെഡിൻ്റെ എക്സ്ട്രാ സോഫ്റ്റ് ക്രീം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ്. മറ്റുള്ള ക്രീമുകളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ സെബാമെഡ്, വീനോ അങ്ങനെയുള്ള ക്രീമുകൾക്ക് റേറ്റ് കുറച്ച് കൂടുതലാണ്. പക്ഷേ എങ്കിലും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്യാണ്. കുഞ്ഞുങ്ങളുടെ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒരിക്കലും ചിലർ ചോദിക്കാറുണ്ട് സെബാമെഡ് തേച്ചാൽ വെളുക്കുമോ എന്ന്. ചില വീഡിയോസിൽ പറഞ്ഞ് കണ്ടിട്ടുമുണ്ട് സെബാമെഡ് തേച്ചാൽ വെളുക്കും. പക്ഷേ അതിനകത്ത് ഒരു ഫാക്റ്റും ഇല്ല. സെബാമെഡ് തേച്ചിട്ട് ഒരു കുഞ്ഞുങ്ങളും ഇതുവരെ വെളുത്തിട്ടില്ല. പക്ഷേ സെബാമെഡ് തേക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിലെ ഡ്രൈനെസ് കുറയും. ഡ്രൈനെസ് കുറയുമ്പോൾ ഒബിയസ്ലി നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷൈന്, ഒരു ഗ്ലോയോ, ഒരു ബ്രൈറ്റ്നെസ് വരും. അതാണ് ഉണ്ടാകുന്നത്. അല്ലാതെ കുഞ്ഞുങ്ങൾ വെളുക്കുകയല്ല. പക്ഷേ ഡ്രൈനെസ് മാറി സ്കിന്ന് നല്ല സോഫ്റ്റാവും, നല്ല സപ്പിളാവും. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെന്നേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. നല്ലൊരു ക്രീമാണ്. കുഞ്ഞുങ്ങളുണ്ടായി ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.